ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ ചെറിയൊരു മേക്ക് ഓവറിന് വേണ്ടി വന്നതാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സെമീറ. ആൾ ചെറിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ. അപ്പോൾ ആൾക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഇതാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ, അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഒരുക്കാനുള്ള അവളുടെ പണിയായുധങ്ങൾ. അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന പാടനെ ഇങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങാം കേട്ടോ ഗേസ്. ആദ്യം തന്നെ ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ലിപ്സ്റ്റിക് കൂടെ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആൾ വീഡിയോ എടുക്കല്ലേ, എന്നെ എടുക്കല്ലേ, എൻ്റെ കോല ശരിയില്ല, എനിക്ക് എന്നെ മാത്രം എടുത്തു എന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിടൂല എന്ന് പറഞ്ഞാൽ അവളെയും കൂടി എടുക്കുന്നുണ്ടായിരുന്നു. എന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഉള്ളു കുറവായതുകൊണ്ട് തന്നെ അത്രയും പണിയൊക്കെ കുറഞ്ഞ് കിട്ടി. കുറേ ഫോട്ടോസൊക്കെ ഉള്ളു റെഫറൻസ് വെച്ചിരുന്നു. പക്ഷേ നമ്മളെ ഫേസിന് സെറ്റ് ആവണ്ടേ. അവസാനം ഈ ഒരു ഇതാട്ടോ നമ്മൾ ഹെയർ സെറ്റ് ചെയ്തത്. ഹെയർ സെറ്റ് ചെയ്തിട്ട് ഇനി ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് ഇനി ജസ്റ്റ് ഈ ഒരു ഡാർക്ക് സർക്കിൾസൊക്കെ കവർ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഹെവി മേക്കപ്പ് ഒന്നും ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എത്ര കോമൺ ആയിട്ടൊക്കെ 5-6 വർഷമല്ലേ ആവുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 90 കിഡ്സിനൊക്കെ കല്യാണത്തിന് പോലും ഇത്രയും മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. വല്ല നാട്ടിൽ വല്ല ബ്യൂട്ടീഷ്യനെ ഏൽപ്പിച്ചാൽ പുഷ്പലത ചേച്ചി ആക്കിയ പോലെ ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ ആരും അത്ര റിസ്ക് ഒന്നും എടുക്കാറില്ല അല്ലേ. പിന്നെ കല്യാണത്തിന് പോലും ചെറിയ രീതിയിൽ നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഫേസ് ഒക്കെ ഏകദേശം ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞത് കേട്ടോ. സാധാരണ എങ്ങനെയാണ് മൈലാഞ്ചിട്ട് ഫില്ല് ചെയ്യാൻ നേരത്തെ ആയിരിക്കും നമുക്കൊരു ചൊറിച്ചിൽ വരല്ലേ. അപ്പോൾ ആളെടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ് സാധാരണ ഇങ്ങനെ തന്നെയാണ് മേക്കപ്പ് ഇടുമ്പോഴും മൈലാഞ്ചിടുമ്പോഴാണ് എല്ലാവർക്കും ഒരു ചൊറിച്ചിൽ വരില്ല. അതുവരെ ഇല്ലാത്ത ചൊറിച്ചിലായിരിക്കും അന്നേരം അല്ലേ. അങ്ങനത്തെ ഫേസൊക്കെ ഏകദേശം കവർ ആയി വന്നിട്ടുണ്ടോ. അങ്ങനെ ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു പാർട്ടി ലുക്കാട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പേ കൊടുക്കുന്നുള്ളൂ, ഹെവി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആളത് ഐ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്പൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കും നമ്മൾ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ന്യൂഡ് ഷെയ്ഡിൻ്റെ ഒന്നുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ യൂസ് ചെയ്തത്. ഒരു നോർമൽ ലുക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടോ. ലിപ്സ് അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബ്ലഷ് കൂടെ ഇട്ടാൽ നമ്മളെ മേക്കപ്പിൻ്റെ ഫൈനലായിട്ടോ. അപ്പോൾ അതാ ആൾ ബ്ലഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ലുക്കാട്ടോ അവസാനമായപ്പോൾ. ഇനി നമുക്ക് ചെറിയൊരു ഇയറിങ്സും കൂടെ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇരുന്ന് ഈ കോപ്രായൊക്കെ കാണിക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് കടല തിന്നട്ടോ. പാവം നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണിച്ചു പോയിട്ടോ. അങ്ങനെ 1-2 സെൽഫിയുടെ എടുത്ത് ഇതാണ് നമ്മളൊരു ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ ആളുടെ ഇൻസ്റ്റാ പേജാണ് മേക്ക് ഓവർ ബൈ സെമി എന്നുള്ളത്. അപ്പോൾ അതോടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ.